ഹായ് ഗൈസ്, എംഫർ മലയാളീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഇടുന്നത്. മുമ്പത്തെ അൺബോക്സിംഗ് വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാണ്. മഴയത്ത് വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ഡാമേജ് ഒക്കെ പറ്റിയിട്ടുണ്ട്. പുറത്തെ ബൈൻഡിനാണ് പറ്റിയ, കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. പെട്ടി നല്ലപോലെ ആയിരുന്നു കിട്ടിയത്, പക്ഷെ ഞാൻ വാങ്ങാൻ പോയത് ബൈക്കിലായിരുന്നു. മഴയത്തൊന്നും നനഞ്ഞു പോയി. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. ഇവർ ഇതിൻ്റെ അകത്ത് വേറൊരു പെട്ടിയിൽ തന്നേക്കുന്നു, അത് കൊള്ളാം. ബുൾഡ് സ്കിൽ പ്രോ പറ്റുന്നത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇതാണ് വന്നത്. എന്തായാലും നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഐറ്റം വാങ്ങിച്ചേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് ഏകദേശം ഒരു 3000 രൂപയ്ക്കാണ്. പക്ഷേ ഇത് അടിച്ചേക്കുന്ന വില 5500 രൂപയാണ്. ഓഫറിൽ കിട്ടിയതാണ്. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. പെട്ടി തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഒരു യൂസർ മാനുവലാണ് ഇരിക്കുന്നത്. ഇതാണ് സംഭവം. ബിൽഡ് സ്കിൽ പ്രോ, നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന മെഷീൻ. അതിൽ തന്നെ നമുക്ക് ആദ്യം കിട്ടുന്നത്, നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യമായി ഒരു യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. യൂസർ മാനുവലും വാറൻറ്റി കൊടുത്തിട്ടില്ല. വാറൻറ്റി അപ്പോൾ വേറെ കാണുമായിരിക്കും. ഇതിന് 6 മാസത്തെ വാറൻറ്റി ഉണ്ട്. പിന്നെ ഒരു നമ്മുടെ സിം എജക്ഷൻ ടൂൾ പോലത്തെ ഒരു ടൂളും. എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. ഇനി നമുക്ക് മെയിൻ പ്രോഡക്റ്റ് എടുക്കാം. ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഒരു ബബിൾ റാപ്പിലാണ് കൊണ്ടുതരുന്നത്. മോട്ടർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് ബിൽഡ് സ്കിൽ പ്രോ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശകലം ഒന്ന് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. കോഡ് വയറിന് അത്യാവശ്യം നീളമുണ്ട്, കണ്ടോ? കോഡ് വയറിന് അത്യാവശ്യം നീളമുണ്ട്. 2 പിൻ സോക്കറ്റാണ്. നല്ല ഗ്രിപ്പും ഉണ്ട്. നല്ല ഗ്രിപ്പും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബോക്സിൽ അടുത്തതായി വരുന്നത് ടാങ്കാണ്. ഇതൊരു 200 തൊട്ട് 800 ml വരെയുള്ള ടാങ്കാണ്. വീഡിയോ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് വരുന്ന ഇതിൻ്റെ ഗണ്ണാണ്. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഒരു ജോഗ് വീലുണ്ട്. ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് സർക്കിളിൽ കൊടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് സർക്കിളിൽ വരും. ഓവലിൽ കൊടുക്കുകയാണെങ്കിൽ പെയിൻറ്റ് ഓവൽ ബേസിൽ വരും. ഇത് അതിൻ്റെ പെയിൻറ്റ് വലിച്ചെടുക്കുന്ന സംഭവമാണ്. ഇത് ഗൺ പോലെ യൂസ് ചെയ്യുന്ന, കണ്ടോ? അടുത്തതായിട്ട് പിന്നെ ഒരു ഫണലും വരുന്നുണ്ട്. ഈ ഫണൽ വെച്ചാണ് പെയിൻറ്റ് ഒഴിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇത് വെച്ച് എങ്ങനെ കാറ് ബൈക്കൊക്കെ വാഷ് ചെയ്യാം എന്നുള്ള വീഡിയോയും ഇടുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ബോക്സിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇത്രയും സാധനങ്ങളാണ്. അതിൻ്റെ തന്നെ മെയിൻ മോട്ടർ, പിന്നെ അതിൻ്റെ നോസിൽ, പിന്നെ ഒരു ഫണൽ, പിന്നെ ഒരു കണ്ടെയ്നർ, പിന്നെ യൂസർ മാനുവൽ, ഒരു സിം എജക്ടർ പോലത്തെ ഒരു പിന്നും. അതെന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. നമുക്ക് യൂസർ മാനുവൽ മനസ്സിലാക്കി വഴിയെ പഠിക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അസംബിൾ ചെയ്യാനായി ആദ്യം തന്നെ ഇത് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈഡിൽ അൺലോക്കിൻ്റെ ഒരു ബാഡ്ജിങ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നോസിൽ എടുക്കുമ്പോൾ നോസിലിൻ്റെ ഇവിടെ ആയിട്ട് ഈ സംഭവം കണ്ടോ? ഈ സംഭവം അത് ഇങ്ങനെ വരണം. അൺലോക്കിന് ഡയറക്റ്റ് നേരെ വന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതിയാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കറക്കുക. ഇപ്പോൾ ഒരു ടിക്ക് ഒന്ന് സൗണ്ട് കേൾക്കും. സംഭവം കണക്റ്റായി. ഇനി നമ്മളുടെ ഈ കണ്ടെയ്നർ എടുക്കുക, ഇതെടുക്കുക, കണക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മളെ ഗൺ. ഇതിൽ തന്നെ നമുക്ക് പെയിൻറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട്. താണ്ടേ ഇതിൽ പെയിൻറ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യാം. ഏകദേശം 800 ml പെർ മിനിറ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ജോഗ് വീല്, ഇത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓവലും സർക്കിളും ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആക്കി വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സിം എജക്ഷൻ ടൂൾ പോലത്തെ ഈ ടൂളില്ലേ, ഈ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ടൂൾ താണ്ട് ഇത് കറക്കിയാൽ ഇങ്ങ് ഊരി വരും. ഇത് ഊരി വന്ന് ഈ സംഭവം
ഇത് ബ്രാസിൻ്റെ സംഭവമാണ്. ഇതിൽ പെയിൻറ്റ് വല്ലതും ഇരിക്കുകയാണെങ്കിൽ ഇത് വെച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി. അതിനാണ് ഈ സിം എജക്ഷൻ ടൂൾ പോലത്തെ ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഊരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുക, പ്രസ് അല്ല ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് അതേപോലെ ഇങ്ങോട്ട് വലിക്കുക. അപ്പോൾ തന്നെത്താൻ അതിങ്ങ് ഊരി വരുന്നതാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവും യൂസിങ് പ്രൊസീജിയറും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടാനായി ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ആദിത്യനെ സൈനിങ് ഔട്ട്.